വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. തമ്പുരാനെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ക്രിസ്തുവിൽ പ്രിയ ദൈവജനമേ, വണക്കമാസത്തിൻ്റെ 8-ാമത്തെ തീയതിയിൽ നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഇന്ന് വണക്കാചരണത്തിനെടുത്തിരിക്കുന്ന 3 പ്രധാനപ്പെട്ട വിഷയം എന്നത് പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ രാജ്ഞിയാണ് എന്നുള്ളതും, അമ്മ കൃപാവര ദാനങ്ങളാൽ തന്നെ മുൻകൂട്ടി അണിയിച്ചൊരുക്കിയ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണെന്നുള്ളതും, പരിശുദ്ധ അമ്മ സർവേശ്വരൻ്റെ മാതാവായി ദൈവത്തിൻ്റെ അമ്മയാകുവാനായിട്ട് ദൈവപിതാവിനാലായിട്ട് നിയമിക്കപ്പെട്ടു, ഈശോയുടെ അമ്മയാകുവാനായിട്ട് ദൈവപിതാവിനാൽ നിയമിക്കപ്പെട്ടു എന്നുള്ള 3 രഹസ്യങ്ങളും 3 സഭയുടെ പ്രബോധനങ്ങളുമാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വിഷയമാക്കുന്നത്. കർത്താവ് ലോകത്തിൻ്റെ രാജാവായിരിക്കെ പരിശുദ്ധ അമ്മയെ രാജ്ഞി എന്ന് അഭിസംബോധന ചെയ്യുന്നതിൻ്റെ യുക്തി വളരെ കൃത്യമാണ്. കാരണം രാജാവിൻ്റെ അമ്മ രാജ്ഞിയാണെന്നുള്ള ഒരു യുക്തി വളരെ കൃത്യവുമാണ്. പരിശുദ്ധ അമ്മയുടെ ജനനം തൊട്ടുള്ള ധ്യാന വിഷയത്തിൽ എപ്പോഴും മാതാവിനെ പ്രത്യേകമായിട്ട് ഈ സ്വർഗീയമായ ദൗത്യം ഈ ലോകത്തിലേക്ക് നടത്തുവാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് മാനദണ്ഡമായിരിക്കുന്നത് പരിശുദ്ധ അമ്മയിൽ തിളങ്ങി വിളങ്ങി നിന്നിരുന്ന വരദാനങ്ങളുടെ വലിയ ഒരു സാന്നിധ്യം തന്നെയായിരുന്നു. അത് നമുക്ക് ഉറപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളൊക്കെയും ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളുടെ വ്യക്തിവൈഭവങ്ങളോ കഴിവുകളോ അല്ല, അവരിൽ തിളങ്ങി വിളങ്ങി നിന്നിരുന്ന പ്രസാദാത്മകമായ ജീവിത രീതി, തിരികെ വരുവാനായിട്ടുള്ള അവരുടെ മനോഭാവം, ദൈവവും ദേവാലയവുമായിട്ടുള്ള അവരുടെ ബന്ധം. അതാണ് സാമുവൽ പ്രവാചകനെ ഒക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് സാമുവൽ ദേവാലയത്തിൽ വാഗ്ദാന പേടകം സ്ഥിതി ചെയ്യുന്ന സമീപത്ത് കിടന്ന് വിശ്രമിക്കുമായിരുന്നു എന്നൊക്കെയാണ് പറയണത്. കാരണം ദേവാലയത്തിനോട് ചേർന്ന് നിൽക്കുക എന്നത് പാരമ്പര്യത്തിലും ഒക്കെ വായിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തോടും ദൈവസ്നേഹത്തോടും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പാരമ്പര്യം, പരിശുദ്ധ അമ്മ ചെറുപ്പം കാലം മുതലേ ദേവാലയത്തിൽ പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ട് വളർന്നു വന്ന ഒരു ബാല്യകാലമാണ് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് സഭയുടെ പാരമ്പര്യം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ദൈവികമായ ജ്ഞാനം അഭ്യസിക്കുവാനായിട്ട് അമ്മ ശ്രമിച്ചിട്ടുണ്ട്. ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ഒരു ദൈവികമായ ദൈവവിളിയുടെ സാധ്യത ഒളിഞ്ഞു നിൽപ്പുണ്ട്. അന്നയ്ക്കും ജോവാക്കിമിനും വളരെ കാലഘട്ടത്തിന് ശേഷം ദൈവം നൽകിയൊരു വാഗ്ദാനമായിട്ടുമാണ് അമ്മ ജനിക്കുന്നതായിട്ടുമാണ് പാരമ്പര്യം പഠിപ്പിക്കുന്നത്. അപ്പോൾ വ്യക്തമായിട്ടും ദൈവപിതാവ് ഒരു വ്യക്തിയെ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി നിയമിക്കുമ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഘടകം എന്നത് വിശുദ്ധിയിലുള്ള കൃപ നിറഞ്ഞ, അതുതന്നെയാണല്ലോ അമ്മയെ അഭിസംബോധന ചെയ്യുമ്പം നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുമ്പോഴും ഇംഗ്ലീഷിൽ ഫുൾ ഓഫ് ഗ്രേസ് എന്നാണ് പറയണത്. ആ കാലഘട്ടത്തിൽ കർത്താവിന് തൻ്റെ പുത്രനെ അയക്കുവാനായിട്ട് ഏറ്റവും ഒരുക്കപ്പെട്ടുള്ള കൃപയുള്ള ഒരു ജീവിതമായിട്ട് മാതാവിനെ പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് ക്രിസ്തുവിനെ ലോകത്തിന് നൽകാനായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിനെ ലോകത്തിന് നൽകുവാനായിട്ട് ദൈവപിതാവ് ഒരാളെ സെലക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ നിയമിക്കണമെങ്കിൽ ആദ്യം കൃപ നിറഞ്ഞ വ്യക്തിയായിട്ട് ഒരാൾ മാറണം എന്നുള്ള വലിയൊരു സന്ദേശത്തിലേക്കാണ് നമ്മൾ ഇന്നേ ദിവസം നമ്മൾ ചെന്നെത്തുന്നത്. ദൈവം ഒരാളെ സെലക്ട് ചെയ്ത് ക്രിസ്തുവിനെ കൈമാറ്റുവാനായിട്ടുള്ള പ്രധാന ധർമ്മം നൽകണമെങ്കിൽ ആ വ്യക്തി കൃപ നിറഞ്ഞവരായിരിക്കണം, കൃപ ഉൽപ്പാദിപ്പിക്കുന്നവരായിരിക്കണം, കൃപയിൽ വളരുവാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കണം. അപ്പം ഈ ഒരു ക്ലോസിൽ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം ദൈവം നമ്മളെ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മുടെ മട്ടും ഭാവവും കഴിവും നിറവും തികവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിൽ കൃപയുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ ഉടമ്പടിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പം, നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുള്ളവർ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം അല്ലെങ്കിൽ ഉടമ്പടി എടുത്തുള്ളവർ ക്ലാസ്സുകൾ കേട്ടുള്ള അറിവുണ്ട്. ഈ ഗ്രേസ് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഉടമ്പടിയിലുള്ള ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്നത് പ്രാർത്ഥനയും
കൊണ്ടും ഒപ്പം പ്രാർത്ഥനയും ശക്തി ഉൾക്കൊണ്ട് പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടും എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ഉടമ്പടിയിൽ ഓരോ വ്യക്തിയും സാക്ഷ്യം പറയുമ്പോൾ ആ സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ വിലയിരുത്തുന്നത് അവർ തങ്ങളുടെ ജീവിതത്തിൽ നടത്തിയ കൃപയുടെ അന്വേഷണത്തിൻ്റെ ഒരാകെത്തുകയായിട്ടാണ്. പരിശുദ്ധ അമ്മ ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലുമൊക്കെ കൃപയാർജിച്ചത് എവിടെയൊക്കെയാണെന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തേത്, തൻ്റെ ഉദരത്തിലൊരു കുഞ്ഞുണ്ടായെന്ന് അറിഞ്ഞ തൊട്ട് പരിശുദ്ധ അമ്മ കടന്നു പോയിട്ടുള്ള മാനസിക സംഘർഷങ്ങളെയും എല്ലാം കൃപയുടെ അവസരങ്ങളാക്കി അമ്മ മാറ്റുന്നുണ്ട്. കൃപ നിറഞ്ഞവളെ എന്ന് പരിശുദ്ധ അമ്മയെ സംബോധന ചെയ്യുമ്പോൾ കൃപയ്ക്ക് മേൽ കൃപ എന്നൊരു സാധ്യതയിലേക്ക് ദൈവപിതാവ് അമ്മയെ പ്രത്യേകം സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൽ തൻ്റെ ഗർഭകാലഘട്ടത്തിലുണ്ടായ തിക്താനുഭവങ്ങൾ തൊട്ട് ഈജിപ്തിലേക്കുള്ള പലായനം തൊട്ട് തൻ്റെ കുഞ്ഞിനെ കിടക്കുവാൻ പോലും ഒരിടമില്ലാത്ത ഇടം വിട്ട് അവസാനം കുരിശിൻ്റെ കീഴിൽ വരെ പോകുന്ന ഇങ്ങനെ കൃപ ഉൽപ്പാദിപ്പിക്കുവാനായിട്ടുള്ള സഹനങ്ങളുടെ ഒരു തീച്ചുള്ള പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവപിതാവ് നൽകിക്കൊണ്ടാണ് അമ്മയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം എപ്പോഴും ഈ ഒരു ക്രിസ്തു കൈമാറ്റത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പം നമ്മിൽ നിന്ന് ക്രിസ്തു കൈമാറുമ്പോൾ നമ്മിൽ വർദ്ധിക്കുന്നത് കൃപയാണെന്നുള്ള ക്രിസ്തുവും കൃപയും. അപ്പോൾ ഈ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും അവർ കർത്താവിന് വേണ്ടി തിക്താനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹാസങ്ങളും ഏറ്റെടുക്കുമ്പോൾ അവൾ തളരാതെ മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അവരിൽ ഈ കൃപ നിലനിന്നു എന്നുള്ളതാണ്. അത് ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ടുള്ള സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടുള്ള ഈ കൃപ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് ആ വ്യക്തി ക്രിസ്തുവിനെ പ്രതിയെടുക്കുന്ന നിലപാടുകളും ക്രിസ്തുവിനെ പ്രതിയെടുക്കുന്ന തീരുമാനങ്ങളും ആശ്രയിച്ചാണ്. ഇവിടെ ഓരോ ദിവസവും അനുദിനം അനേകം പേർ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ തീരുമാനങ്ങളാണ്. ഒന്നാമത്തെ തീരുമാനം, ഇന്നേ ദിവസം തൊട്ട് മുടങ്ങാതെയുള്ള പ്രാർത്ഥന. ഒന്നാം ദിവസം തൊട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ചില ദുശീലങ്ങളിലുള്ള മാറ്റിവെക്കൽ, പുതിയ ശീലങ്ങൾ കണ്ടെത്തൽ, പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി ഒരു പക്ഷേ എല്ലാവരും പരിഹസിക്കുമ്പോഴും താത്തിപ്പറയുമ്പോഴും ഒരു കൂടെ നിൽക്കുന്നവർ പോലും തള്ളിപ്പറയുമ്പോഴും ക്രിസ്തുവിൻ്റെ ഒരു ബോധ്യത്തിൽ, ക്രിസ്തു ഈ ലോകത്തെ അറിയണമെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴുണ്ടാകുന്ന സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം കൃപയുണ്ടാകുവാനായിട്ടുള്ള സാഹചര്യങ്ങളായിട്ട് ഒരു വ്യക്തിയിൽ മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ സാക്ഷ്യം പറയുമ്പോഴും അവർ ഈ ചെയ്ത അനുഭവങ്ങളുടെ ഒരു വലിയൊരു പാരഗ്രാഫ് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട്. ഇപ്പോൾ കൃപയുടെ ഈ യാത്രയിൽ ഇപ്പം ഫ്രാൻസിസ് അസീസിയുടെ ഒരു ജീവചരിത്രത്തിൽ അല്ലെങ്കിൽ ഫ്രാൻസിസിനെ കൂടി എഴുതിയിട്ടുള്ളത് ഒരു സന്ദേശത്തിൽ പണ്ട് വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പം ബ്രദർ ലിയോയുമായിട്ട് അസീസി ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പോൾ ലിയോ പറയണുണ്ട്, അല്ലെങ്കിൽ ഫ്രാൻസിസ് അസീസി ലിയോയോട് പറയണുണ്ട്, എടാ നമ്മളവിടെ ചെല്ലുമ്പം നമ്മളെ അവർ തിരസ്കരിക്കുകയും നമുക്ക് ആവശ്യമായത് നൽകാതിരിക്കുകയും നമ്മളോട് അവർ സ്നേഹക്കുറവ് കാണിക്കുകയും ചെയ്യുമ്പം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് വിലയുണ്ടാവും. നമ്മളവിടെ ചെല്ലുമ്പോൾ, സുവിശേഷ പ്രഘോഷത്തിന് ചെല്ലുമ്പോൾ എല്ലാവരും നമ്മളെ സ്വീകരിക്കുകയും നമുക്ക് പ്രഘോഷിക്കുവാനുള്ള ഇരിക്കുവാനുള്ള ഇരിപ്പിടമൊക്കെ നൽകി ആണ് നമ്മളെ സ്വീകരിക്കുന്നതെങ്കിൽ നമുക്ക് കൃപയുടെ ഒരു സാന്നിധ്യം, കൃപയുടെ ഒരു വളർച്ച വളരെ കുറവായിരിക്കും. അതായത് ദുർഘടമായ ബുദ്ധിമുട്ടേറിയ സ്ഥലങ്ങളിൽ നമ്മൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോഴാണ് ടാപ്പിംഗ് ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞ് നമ്മൾ ഉടമ്പടിയിൽ വർക്കൗട്ടാണ്. അതുകൊണ്ടാണ് പരിചയമില്ലാത്ത ഇടങ്ങളിലേക്കും പരിചയമില്ലാത്ത വ്യക്തികളിലേക്കുമൊക്കെ നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങളുമൊക്കെ വർദ്ധിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നത്. നമ്മളുടെ ഈ ഒരു കൃപയുടെ വർധനവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനാണ്. ഇനി വണക്കമാസത്തിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവളായിട്ട് ദൈവത്തിരുമുൻപിൽ വ്യാപരിച്ചപ്പോൾ ദൈവം ക്രിസ്തുവിനെ നൽകുവാനായിട്ട് ആ മകളെ തിരഞ്ഞെടുത്തു. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിതത്തിലും നമ്മളിങ്ങനെ ദൈവത്തിരുമുൻപിൽ മറ്റുള്ളവർക്ക് മുൻപിൽ ക്രിസ്തുവിനെ നൽകുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനുള്ള കൃപ നമ്മുടെ ജീവിതത്തിൽ നൽകുമെന്നുള്ള വലിയൊരു സന്ദേശം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം എല്ലാവർക്കും കണ്ണുകളടച്ച് ഇന്നേ നിമിഷം നമ്മുടെ മനസ്സിലുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം സമർപ്പിക്കാം. ജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായിട്ടുമുള്ള തിക്താനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമെല്ലാം നമ്മൾ ദൈവത്തിരുമുമ്പിൽ സമർപ്പിക്കുന്നതിനോടൊപ്പം
ആ പ്രയാസങ്ങളുടെയൊക്കെ ഒരു റൂട്ട് കോസ് ഉണ്ട്. അത് എൻ്റെ ആഗ്രഹമാണോ അതോ ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നോ എന്നുള്ള ചോദ്യം നമുക്ക് നമ്മളോട് ചോദിക്കാം. ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ഉടമ്പടിയിലെടുക്കുന്ന നിലപാടുകൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കേണ്ട വിലയും നമ്മൾ കൊടുക്കേണ്ട സമയവും നമ്മൾ കൊടുക്കേണ്ട ജീവിതത്തിൻ്റെ സമ്പത്തുമെല്ലാം ദൈവ തിരുമുൻപിൽ മൂല്യമുള്ളതാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരാം. ഈ ഉടമ്പടി ജീവിതത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പം ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ദൈവം പ്രദേശങ്ങളുടെയും കുടുംബത്തിൻ്റെയും ചെല്ലുന്നിടങ്ങളിലെയും ഒരു ദൈവവചനത്തിൻ്റെ പ്രഘോഷകനാക്കി നമ്മളെ തിരഞ്ഞെടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. അളവില്ലാത്ത നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിശിമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാലയർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് മലകിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീഡകൾ സഹിച്ച് മരിച്ചതിൻ്റെ മൂന്നാം നാൾ ജയസന്തോഷത്തോട് ഉയർത്തെഴുന്നള്ളിയെന്ന് മേൽ ധ്യാനിക്കാം.
അമ്മേ, സ്നേഹം നിറഞ്ഞ മാതാവേ, ഈ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസ്കർ ദാനിയൽ, ഗുജറാത്ത്. വിവാഹം നടക്കണം. കുടുംബത്തിലെ മാതാവിൻ്റെ സംരക്ഷണവും സന്ധിപ്പും എന്നും അഭിപ്രായം ഉണ്ടാകണം. ജെറി ബി ജോർജ്, ഗ്ലോറി വില്ല. നീറ്റ് എക്സാം പാസ്സാകുവാൻ പ്രാർത്ഥിക്കണം. ഇന്ന് എക്സാമാണ്. വസ്തു വിൽപ്പന കൃപയാകണമേ. ജസ്റ്റിൻ ബി ജോർജ്, ഗ്ലോറി വില്ല. CDS എക്സാം പാസ്സാകുവാൻ. സിറിൽ നോക്കിയായി ആകുന്നതിനെ. സിറിൽ വരുമ്പോൾ BS പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു. അശ്വതി ആയിമുഖം, തിരുവനന്തപുരം. എൻ്റെ ഇരട്ട പെൺകുട്ടികൾ ഗൗരവം മാറിക്കിട്ടുവാനും ഗീതയുടെയും ആസ്മാരോഗം പൂർണ്ണമായി മാറുവാനും അവ സ്നേഹത്തിൽ ഇടപെടുവണമേ. അഖിൽ പ്രസാദ്, കൊല്ലം. ലൈസൻസ് റെഡിയായി പുറത്തു പോകുന്നതിനും ആകാശ് പ്രസാദിന് ശരീരത്തിൻ്റെ അസുഖം മാറി അമ്മ മാതാവിൻ്റെ സ്നേഹത്തിൽ വളരുവണം. കടബാധ്യതയെല്ലാം മാറണം. അണ്ണന് സൗദിയിലേക്ക് പോകണം. ക്രിസ്റ്റി IPS USA. മകളുടെ കല്യാണം, ജീവിത വിശുദ്ധിയും കുടുംബസമാധാനവും. ഡെലിൻ ജോവ്, പുരയിടത്തിൽ, കോഴിക്കോട്. മകളുടെ മാനസാന്തരത്തിനും വിശുദ്ധിയും കുടുംബജീവിതവും അനുഗ്രഹിക്കപ്പെടണം. മാറാരോഗത്തിൽ നിന്നും അടിമപ്പെടാതിരിക്കണം. കാതറിൻ വർഗീസ്, വെളിയിൽ, പട്ടണക്കാട്. കുടുംബത്തിൻ്റെ വിശുദ്ധീകരണം, മകൻ്റെ മദ്യപാനവും പുകവലിയും മാറുന്നതിന്, ഭർത്താവിൻ്റെ കണ്ണിന് പൂർണ്ണമായി കാഴ്ച ലഭിക്കുന്നതിനും കടബാധ്യത മാറുന്നതിനും. റോണിയ സണ്ണി, വെയിൽ, പട്ടണക്കാട്. ഒക്ടോബർ 25 മുൻപ് അയർലൻഡിൽ ജോലി കിട്ടുന്നതിന്, നിയാലിൻ്റെ മിക്കിലിൻ്റെയും മൂക്കിലെ ദശ വളരുന്നത് മാറുന്നതിന്, ഏതമിനിൽ പഠിക്കുന്നതിനുള്ള മടി മാറുന്നതിന്, എല്ലാം എഴുതുവാൻ തോന്നുന്നതിനും. അഖില P മാത്യു, തിരുവല്ല. ചേച്ചിയുടെ ജോലി തടസ്സങ്ങൾ മാറി ജോലി ചെയ്യുവാൻ പറ്റണമേ. മാതാവേ, എൻ്റെ UK ജോലി എന്ന സ്വപ്നം വേഗം ശരിയാക്കി തരണമേ. മാതാവേ, എൻ്റെ കടങ്ങൾ വേഗം തീർത്ത് തരണമേ. ആൻമരിയ ക്ലിൻസൺ, ബാംഗ്ലൂർ. ക്ലിൻസൺ എന്ന മകൻ നല്ല ഒരു കമ്പനിയിൽ ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ധന്യ പ്രകാശിന് നന്ദിയായിട്ട് പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് ജോൺസൺ, പള്ളൂരുത്തി. ആൽവിൻ, ഡിഗ്രി പഠനം, ജോലി, സിറിയൻ റോസ്. MA പഠനം, സെൻട്രൽ ഗവൺമെൻറ്റിൽ ജോലി, സ്ഥലം വിൽപ്പന. AC രാജൻ, സങ്കീർത്തനം, തിരുവനന്തപുരം. ആലിൻ്റെ നഷ്ടപ്പെട്ട നമ്പറുകൾ തിരികെ ലഭിക്കുവാൻ. അലൻ, മദ്യപാനം, പുകവലി, കഞ്ചാവ്, ചെയിൻ, ആർസ്മക് എന്നിവ ദുശീലങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുവാൻ. അവൻ്റെ UK യാത്ര അനുഗ്രഹപ്രദമാകുവാൻ, തടസ്സങ്ങൾ നീക്കുവാൻ. ജോർജ്, തെക്കേവെളിയിൽ, മണ്ണഞ്ചേരി. ശാരീരിക സൗഖ്യം ലഭിക്കുവാൻ, പലരുമായുള്ള ബന്ധം സ്ഥാപിക്കുവാൻ. ജോർജ് ഷാജി, ചക്കാലപ്പറമ്പിൽ, ആലുവ. ജോർജിൻ്റെ MBBS എക്സാം പാസ്സാകുന്നതിന് വേണ്ടി, അവൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറുവാൻ, ജോർജിൻ്റെ ജോലി ലഭിക്കുവാൻ. ലിമിഷ്യ ഷിബി, ഷിമിയുടെ മദ്യപാനം മാറണം, അലസത മാറണം. ഷിമിക്ക് നല്ലൊരു ജോലി ലഭിക്കണം, നഷ്ടപ്പെട്ട പണം തിരിച്ചു ലഭിക്കണം. റാണി ആൻ്റണി, കളമശ്ശേരി. എൻ്റെ ബിസിനസ് നന്നായി നടക്കുവാൻ അനുഗ്രഹിക്കണമേ. എൻ്റെ മമ്മിയുടെയും ഡാഡിയുടെയും
മകളുടെയും അസുഖം മാറണം. എൻ്റെ മോൻ എന്നും എന്നിലേക്ക് തിരിച്ചു വരണം. സാൻലി പൾപ്പള്ളി, മൂവാറ്റുപുഴ. എൻ്റെ മകൻ ഓസ്ട്രേലിയയിൽ ലൈസൻസ് കിട്ടുവാൻ, ഓസ്ട്രേലിയയിൽ സ്വന്തമായി വീട് ലഭിക്കുവാൻ, അവൻ്റെ കേസ് പിൻവലിക്കുവാൻ. സാലിൽ പയ്യപ്പള്ളി, മൂവാറ്റുപുഴ. എൻ്റെ മകൾക്ക് തടസ്സമില്ലാതെ ഓസ്ട്രേലിയയിൽ പോകുവാൻ, എൻ്റെ മകൾക്ക് സ്കോളർഷിപ്പ് കിട്ടുവാൻ, നല്ല പ്ലേസ്മെൻറ്റ് കിട്ടുവാൻ. ശില്പ SL, ആരോഗ്യവാൻ, തിരുവനന്തപുരം. എൻ്റെ മകൾ ആരോവിൻ്റെ 10ാം ക്ലാസ്സിലെ പഠനത്തിൽ തടസ്സം മാറുവാൻ, ഭർത്താവിൻ്റെ കുടുംബത്തിലെ ആഭിചാരം, കൂടോത്രം, കുട്ടിച്ചാത്താൻ, സേവ, മന്ത്രവാദം എന്നിവയിൽ നിന്ന് മോചനം ലഭിക്കുവാൻ, അനുജത്തിയുടെ ചിത്രയുടെയും ഭർത്താവിൻ്റെ ക്യാൻസർ രോഗം സൗഖ്യമാക്കുവാൻ. അനിൽ ജോൺസൺ, തുഷാര, തിരുവനന്തപുരം. കാനഡയിലെ നല്ലൊരു പ്ലേസ്മെൻറ്റ് ജോലി ലഭിക്കുന്നതിന് 4 മാസം കൊണ്ട് അടുത്ത വർഷത്തെ ഫീസ് ശരിയാക്കുവാൻ സാധിക്കുന്നതിന് കുടുംബത്തിലെ എല്ലാവരുടെയും സംരക്ഷണം. ലാൻസി സുനിൽ, ആലുവ. സുനിലിൻ്റെ ക്യാൻസർ മാറുന്നതിന്, ഓസ്ട്രേലിയയിൽ PR-ൻ്റെ തടസ്സം മാറുവാൻ, ഹസ്ബൻഡിൻ്റെ പോലീസ് കേസ് തീർത്ത് PCC കിട്ടുവാൻ വേണ്ടി. ആൻ്റണി മനുവി എന്ന മകൻ തിരിച്ച് സെമിനാരിയിൽ പോകുവാൻ മനസ്സ് തോന്നണം. 2 മാസം പ്രായമുള്ള കുഞ്ഞ് അബിയുടെ സംരക്ഷണം. ടാനി ലിസൺ, ഭർത്താവിനെ വിദേശത്ത് പോകുവാൻ, ഒരു കുഞ്ഞിനെ കിട്ടുവാൻ. സാലി ജോർജ്, മുഴിക്കുളം വീട്, വടക്കാഞ്ചേരി. മകൻ ജോർജിൻ്റെ ജോലി ശരിയാകുന്നതിന്, മകളുടെ വിവാഹം, എൻ്റെ കുടുംബ സമാധാനം, എൻ്റെ ക്യാൻസർ അസുഖം മാറുവാൻ. വിനിത. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ ആമേൻ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ ഉയർപ്പിന് ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തൻ്റെ ദിവ്യമാതാവും ശിശിരം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു എന്ന് ധ്യാനിക്കാം. ഈ രഹസ്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ താഴെ പറയുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിനു വേണ്ടിയും നമുക്ക് അവരുടെ പ്രാർത്ഥനാ സഹായങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിനായി സമർപ്പിക്കാം. ബിനീത കാർത്തിക, തിരുവനന്തപുരം. മകൾ മൃണാളിക്ക് നടക്കാനും സംസാരിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ആരോഗ്യത്തിനു വേണ്ടി രംഗൻ്റെ ജോലി സ്ഥിരതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷീല ജോൺസൺ, മാടക്കുഴി, എഴുപുന്ന. എൻ്റെ മകളുടെ സ്വഭാവം മാറണം. മകൾക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ടാകണം. എൻ്റെ മകൻ്റെ കടബാധ്യത തീരണം. വിദേശത്ത് പോകുവാനുള്ള കാര്യം എത്രയും പെട്ടെന്ന് സാധിച്ചു തരണം. പ്രാർത്ഥിക്കുന്നു. നിവ്യ, ഇറ്റലി. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനു വേണ്ടി നോവിൻ്റെ വിസ തടസ്സം മാറുന്നതിന്, കുടുംബസമാധാനത്തിന് പ്രാർത്ഥിക്കുന്നു. സുനി രാജൻ, ആലപ്പുഴ. LFGHSലെ 127 കുട്ടികളും വിജയിച്ച് ദൈവാനുഗ്രഹപ്രദമായ വിജയം നൽകി സ്കൂളിനെ അനുഗ്രഹിക്കണമേ. ഡിവിഷനുകൾ നഷ്ടപ്പെടാതെ നിലനിർത്താൻ അനുഗ്രഹിക്കണമേ. അമ്മ, എനിക്ക് ആലപ്പുഴയ്ക്ക് ട്രാൻസ്ഫർ ലഭിക്കണമേ. വിനീത സോബി, ഇറ്റലി. ഇറ്റലിയിൽ പേപ്പർ നൽകി അനുഗ്രഹിക്കണം. കുറി വീണ പൈസ ലോബിക്ക് അടയ്ക്കാൻ സാധിക്കണം. മക്കൾ ദൈവസ്നേഹത്തിൽ പഠിച്ചു വരുവാൻ അനുഗ്രഹിക്കണമേ. സ്റ്റഫി, ഇറ്റലി. ഇറ്റലിയിൽ പേപ്പർ കിട്ടുവാൻ മാതാവെ പ്രാർത്ഥിക്കുന്നു. അനിയൻ്റെ വിവാഹം നടക്കാൻ മാതാവെ അനുഗ്രഹിക്കണമേ. അമ്മയുടെ അസുഖം മാറ്റിക്കൊടുക്കുവാൻ. ജോമോൾ ജേക്കബ്, ഇറ്റലി. പോർച്ചുഗലിൽ പേപ്പർ കിട്ടുവാൻ മാതാവെ പ്രാർത്ഥിക്കണമേ. ശാരീരിക അസുഖങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കണമെന്നു. മക്കൾ ദൈവസ്നേഹത്തിൽ വളർന്നു വരുവാൻ. ജിജി ജേക്കബ്, കാട്ടുചിറ, ഇറ്റലി.
പോർച്ചുഗലിൽ പേപ്പർ കിട്ടുവാൻ മാതാവെ പ്രാർത്ഥിക്കണമേ. ശരീരത്തിലെ ചൊറിച്ചിൽ മാറുന്നതിന്, വേദന മാറുന്നതിന് പ്രാർത്ഥിക്കുന്നു. മക്കൾ ദൈവസ്നേഹത്തിൽ പഠിച്ചു വളരുവാൻ പ്രാർത്ഥിക്കുന്നു. ജെയിംസ് ജോർജ് കണ്ടഞ്ചിറ, കുമരകം. കടബാധ്യത തീരുവാൻ, മക്കൾ നന്നായി പഠിക്കുവാൻ, ഭാര്യയ്ക്ക് പോർച്ചുഗലിൽ പേപ്പർ കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. അഞ്ചുമോൾ സാച്ചു, അഞ്ചുവിന് എക്സാം പാസ്സാകുന്നതിന്, അഡ്മിഷൻ കിട്ടുന്നതിന്, ജോലി നന്നായി കുഴപ്പമില്ലാതെ നടക്കുന്നതിന്. രജി സുരേഷ്, കൈലാസം, പള്ളിപ്പുറം. അമ്മയുടെ വണക്കമാസത്തിൽ എൻ്റെ മോനും ഭർത്താവിനും പൂർണ്ണ രോഗസൗഖ്യം ലഭിക്കുന്നതിന് അമ്മ എൻ്റെ ഭവനത്തിൽ വരണം. എൻ്റെ ജീവിതം സമാധാനവും സന്തോഷവും നിറഞ്ഞത് ആക്കി തരണം പ്രാർത്ഥിക്കുന്നു. തോമസ് കുട്ടി, പൂച്ചാക്കൽ. മാതാവേ, യു കെ എന്ന എൻ്റെ ആഗ്രഹം സാധിച്ചു തരണമേ. അമ്മയുടെ ശാരീരിക പ്രശ്നങ്ങൾ മാറ്റിത്തരണമേ. മുഖത്തെ പാടുകൾ മാറ്റി കൊടുക്കണമേ. അമ്മയുടെ ഓർമ്മക്കുറവ് മാറ്റിത്തരണമേ. 10-ാം തീയതിക്ക് മുൻപ് ഒരു മാറ്റം തരണമേ. സ്റ്റെഫി പാപ്പച്ചൻ, തൃശ്ശൂർ. ഭർത്താവിന് മാനസാന്തരമുണ്ടാകണം, നാട്ടിലേക്ക് വരണം. സ്ഥലം കച്ചവടം നല്ല വിലയ്ക്ക് നടത്തി തരണം. അമ്മച്ചിയുടെ അലർജി കാലിലെ ആണി മാറുന്നതിന് പ്രാർത്ഥിക്കുന്നു. അർച്ചന ഡോൺ, എളുപ്പറമ്പിൽ, കുറുപ്പന്തറ. അമ്മേ, ഈ മാസം 24-ാം തീയതി ഖത്തറിൽ പോകുന്നതിന്, പരീക്ഷ പാസ്സാകുന്നതിന്, എൻ്റെ മകൻ്റെ ഓപ്പറേഷൻ നല്ല രീതിയിൽ നടക്കുന്നതിന്, രോഗശാന്തിക്ക്, ഡോണിന് നല്ല ജോലി ലഭിക്കുന്നതിന്. ഡോണ ആൻ്റണി, എളുപ്പറമ്പിൽ, കുറുപ്പന്തറ. ജർമ്മൻ പരീക്ഷ പാസ്സാകുന്നതിന്, ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന്, കുടുംബ വിശുദ്ധീകരണത്തിന്. എനിക്ക് ഭർത്താവിന് ഒരു സ്ഥലത്ത് ജോലി ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ ജീനു, പുത്തൻവീട്, ഹരിപ്പാട്. കുഞ്ഞിൻ്റെ അസ്വസ്ഥതകൾ മാറി സൗഖ്യം ലഭിക്കാൻ, ജോലി ലഭിക്കുവാൻ. ക്രിസ്റ്റോയുടെ ജോലി തടസ്സം മാറി വിദേശത്ത് ജോലി ലഭിക്കാൻ. ലിജോയ് PR, പൊതപ്പറമ്പിൽ, ആനന്ദപുരം, തൃശ്ശൂർ. എനിക്ക് ജോലിക്ക് വേണ്ടിയുള്ള പേപ്പർ വർക്ക് വേഗത്തിൽ നടക്കുവാൻ, നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ. ചേട്ടനും ജോലിയിൽ ഉയർന്ന ശമ്പളം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അലക്സ് ബെന്നി, ആനന്ദപുരം, തൃശ്ശൂർ. എൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ നല്ല ആരോഗ്യവും പൂർണ്ണ വളർച്ചയുമുള്ള ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ. മൂത്ത മകൻ്റെ സംസാര തടസ്സം മാറ്റി തരുന്നതിന്. ജിൻഷ, കാടാപുരം, കുന്നുക്കൽ. ജിൻഷയുടെ 18-ാം തീയതി നടക്കുന്ന എക്സാം വിജയിപ്പിക്കണമേ. നിതീഷിൻ്റെ വിവാഹം നടത്തിത്തരൻ. ഇവാൻ്റെ പഠന തടസ്സം മാറുന്നതിന്. മനു തോമസ്, പുന്നയ്ക്കൽ. കടബാധ്യതകൾ മാറി ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നതിന്, വിദേശ ജോലി ലഭിക്കുന്നതിന്. പഠിക്കുന്ന എന്ന കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കി ഉന്നത ജോലി ലഭിക്കാൻ വേണ്ടി. റീത്ത സി, വാമനപുരം, കോട്ടുകുന്നം. എൻ്റെയും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ദൈവകൃപയിൽ അനുഗ്രഹിക്കുന്നതിന്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകണം. എൻ്റെ ദേശത്തെ അനുഗ്രഹിക്കുന്ന മകളായി അമ്മ എന്നെ വളർത്തണം. ലിസി ജോൺ, പുനലൂർ. സ്ഥലം വിൽക്കാൻ, സ്ഥലം വാങ്ങാൻ. എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിക്ക്
ഒരു കുഞ്ഞുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. മഞ്ജു NV, തിരുവനന്തപുരം, 10ാം ക്ലാസ് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി പാസ്സാകുവാനും +1 അഡ്മിഷൻ കിട്ടുവാനും വസ്തു വാങ്ങി വീട് വയ്ക്കുവാൻ സഹായിക്കണം. എൻ്റെ നാട്ടിലുള്ള ഉള്ളവരെയും നാടിനെയും വിദ്യാർത്ഥികളെയും കാത്തുകൊള്ളണമേ. ജിനി ജെ ലിസ, ജിനിക്ക് നല്ല ഒരു കുടുംബജീവിതം, ലിഷിന നല്ല കുടുംബജീവിതം, ദിവ്യ, ജെൻസി, ദീപക് എന്നിവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം രഹസ്യം, നമ്മുടെ കർത്താവ് മിശിഹ
പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സെഹേനൂട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യകാമാതാവിൻ്റെ മേലും ശ്ലീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചമേൽ ധ്യാനിക്കാം. പരിശുദ്ധമേ ദൈവമാതാവേ, ഈ മൂന്നാം രഹസ്യം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഇപ്പോൾ തന്നിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും ദൈവമഹത്വം അവരുടെ ജീവിതത്തിൽ പ്രകടമാക്കാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മനു ജോർജ് ഇടക്കൊച്ചി, ഭാര്യയുടെ ഇൻ്റർവ്യൂ വിജയിക്കുവാൻ, ജോലി ശരിയാകുവാൻ, കുടുംബസമാധാനം ലഭിക്കുവാൻ, സിവിൽ പട്ടിയാത്ത് വീട് കൊടുങ്ങല്ലൂർ. അമ്മേ, എഴുതിയിരിക്കുന്ന MBBS എക്സാം 4 വർഷത്തെ എക്സാം ഉന്നത വിജയം നൽകണമേ. ഹൗസ് സർജനായി കിട്ടണമേ. അമ്മേ, മക്കൾ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ എഴുതുവാനും സാധിക്കണമേ. അമ്മേ, ഡിസംബർ 24 വീട് ചെയ്തു തരണമേ. മീര ഗോപൽ, കരുനാഗപ്പള്ളി. ഞാൻ സോഫാൻ ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുവാൻ പോകുന്നു. അത് നന്നായി പഠിക്കുവാൻ, അനുജത്തിക്ക് ജോലി ലഭിക്കുവാൻ അമ്മേ മാതാവേ, എൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റിത്തരണമേ. സാംസൺ, പെരുത്തിയിൽ കാട്ടൂർ. നാളെ പ്രസിദ്ധീകരിക്കുന്ന +2 പരീക്ഷയിൽ റിസൾട്ട് വരുന്ന ഉന്നത വിജയം ലഭിക്കുവാൻ, ഗവൺമെൻറ്റിൽ സീറ്റും ഫിഷറീസിൽ കോഴ്സിൽ അഡ്മിഷനും കിട്ടുവാൻ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു വളരുവാൻ. ജോയൽ, റീജ, കാട്ടൂർ. ജോയലിന് നല്ല മാർക്ക് വേണം. +2 ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ലഭിക്കണം. അമ്മച്ചിയുടെ സീരിയൽ കാഴ്ച നിർത്തൽ പ്രാർത്ഥിക്കണമേ. കുടുംബ പ്രാർത്ഥന സ്ഥിരമാക്കണം. മാക്സ്വെൽ, MA, തോപ്പുംപടി. മൂക്കിൽ ദശ വളരുന്നു, സൗഖ്യം നൽകണമേ. ബിസിനസ്, സ്ഥലം വിൽപ്പന എന്നിവ നടക്കുവാൻ, കുടുംബത്തിൽ സമാധാനവും കിട്ടുവാൻ. മീര, TM, തോപ്പുംപടി. നെഞ്ചിലെ വേദനയിൽ നിന്നും സൗഖ്യം കിട്ടുവാൻ. ഫ്രാൻസിസിന് ജോലി ലഭിക്കുവാൻ, കുടുംബസമാധാനം ലഭിക്കുവാൻ. ജൂഡി മാത്യു, തോപ്പുംപടി. അസുഖങ്ങളിൽ നിന്ന് സൗഖ്യം, പഠനത്തിൽ ശ്രദ്ധ വയ്ക്കുവാൻ, തുടർന്ന് ജീവിതത്തിൽ മാതാവിൻ്റെ സംരക്ഷണം നൽകുവാൻ. മീര, ഷാംസ്, ജേക്കബ്, പാതിരപ്പള്ളി, ചെന്നല്ലൂർ. ഏപ്രിൽ 20 നടക്കുന്ന OET എക്സാമിലൂടെ UK-യിൽ സ്കോർ ലഭിച്ച് വിജയിപ്പിക്കണമേ. ഭർത്താവിൻ്റെ പേരിലുള്ള വീട് ജപ്തിയിൽ നിന്ന് കുടുംബത്തിൽ നിന്നും ഒഴിവാക്കണമേ. എൻ്റെ ഭർത്താവിൻ്റെ അസുഖം മാറുവാൻ. ജിബിൻ, TME. ജോൺസൺ ജോർജിൻ്റെ മദ്യപാനവും പുകവലിയും മാറുവാൻ. ജോസഫിൻ്റെ മാനസികമായ അസുഖങ്ങൾ മാറുവാൻ. വെരിക്കോസ് അലർജി മാറുവാൻ. മകൻ്റെ കല്യാണം നടക്കുവാൻ. സോണി, സോവർ, കുരിശിങ്കൽ, പറവൂർ. ജോലി സ്ഥലത്ത് തടസ്സങ്ങളും കുടുംബസമാധാനവും തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുവാൻ. ദിബു, കണ്ണന്തറവെളി, മണ്ണഞ്ചേരി. മോൻ്റെ കാൽ സുഖപ്പെടുത്തി തരുന്നതിന്, കുടുംബത്തിലെ കലഹങ്ങൾ മാറുന്നതിന്, കടങ്ങൾ തീരുന്നതിന്. CC ജോസഫ് വയലാർ, മുതുകുളം. മകളുടെ ന്യൂസിലൻഡിൽ പോകുവാൻ വേഗം നടത്തുന്ന മകൾക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ, സ്ഥലം കച്ചവടം പെട്ടെന്ന് നടക്കുവാൻ. മകളുടെ അക്കൗണ്ടിങ് ടെസ്റ്റ് അത് പാസ്സാകുവാൻ. വേദനിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയും. CC ജോബ് വയലാറ്റ്, മുതുകുളം. രണ്ടാമത്തെ മകൾക്ക് ജോലി കിട്ടുവാൻ, സ്ഥലം വിറ്റ് പള്ളിക്ക് അടുത്ത് സ്ഥലം കിട്ടുവാൻ. ബേബിച്ചൻ, PO, ബെന്നി, പാതിരപ്പള്ളി. SSLC പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിന്, മകളുടെ പഠനത്തിന് ഓർമ്മയും ബുദ്ധിശക്തിയും ലഭിക്കുന്നതിന്,
പഠനത്തിൽ ശ്രദ്ധ വെച്ച് നല്ല മക്കളായി വളരുവാൻ. പർവൂത്ത് ചന്ദ്രോദയം വളവുന്നൂർ കൊല്ലം. എൻ്റെ മകളുടെ വെന്റിലേറ്ററിൽ നിന്നും പൂർണ്ണമായും മോചിപ്പിക്കണമേ. ന്യൂറോ സർജറി ഇൻഷൂറാകാനും ഇൻഫെക്ഷൻ ആകാതെ സുഖപ്പെടണമേ. ശ്വാസകോശത്തിൽ നിന്ന് അന്നനാളത്തിൻ്റെയും തടസ്സങ്ങൾ മാറ്റി ആഹാരം കഴിക്കുവാൻ സാധിക്കണം. ആഗ്രഹിക്കുന്ന സർക്കാർ ജോലി ലഭിക്കുവാൻ അമ്മയെ കൂടെ ഉണ്ടാവണമേ. ബ്ലസ്സി സാജർ ഒറ്റമശ്ശേരി. SSLC പരീക്ഷയിൽ A+ ലഭിക്കുവാൻ, DN 85% മാർക്ക് ലഭിക്കുവാൻ, ജോലി സ്ഥിരതമാകുവാൻ. രാജു മേരി ജാക്സൺ സേവർ പാലയ്ക്കൽ പാല. സോണി ഡോണിക്ക് ബെൻസി കാതറിൻ മേരി മരിയ. മറ്റു കുട്ടികൾക്കും നെറ്റ് എക്സാം പരീക്ഷയിൽ ഉന്നത വിജയം നൽകണമേ. MBBS അഡ്മിഷൻ ലഭിക്കുവാൻ. റിഹോമോൾ മറ്റു കുട്ടികൾക്കും പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടുവാൻ. കാതറിൻ സംഗീത ദീപ വിവാഹ തടസ്സം മാറുന്നതിന്. മേരി ഗ്രേസി തെക്കേൽ പൂങ്കാവ്. ഞങ്ങളോടൊപ്പം മാതാവ് ഉണ്ടാകണം. പരിശുദ്ധാത്മാവിനാൽ നിറയണം. കുടുംബത്തിലെ എല്ലാവരുടെയും ശാരീരികവും മാനസികമായ ആരോഗ്യത്തിനും പ്രാർത്ഥിക്കുന്നു. ജസീന്ത മോൾക്ക് പഠിക്കുന്നതിനുള്ള അനുഗ്രഹം ലഭിക്കണം. സതി ജോൺ തയ്യിൽ അർത്തുങ്കൽ. മുഴമാറി പൂർണ്ണസഭയ്ക്കും പഠനം പൂർത്തിയാക്കി ജോലി ലഭിക്കണം. കുടുംബസമാധാനം ലഭിക്കണം. ബേസിൽ വെളിയിൽ 5 തെങ്ങ്. വിസ ഇൻ്റർവ്യൂ പാസ്സാകുവാൻ 8-ാം തീയതി 9-ാം തീയതിയും. ഐശ്വര്യ തൈക്കൂടത്തിൽ ചേർത്തല. BD എക്സാം ലാസ്റ്റ് വർഷം പരീക്ഷയിലെല്ലാം പേപ്പറുകളും പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യയുടെ ബാച്ചിൻ്റെ കൂടെ ജർമ്മനിയിൽ പോകുവാൻ സാധിക്കണം. വിശ്വാസത്തിലും അനുസരണയിലുള്ള വളരുവാൻ പ്രാർത്ഥിക്കണം. ജോൺ ബാബു തൈക്കൂട്ടത്തിൽ ചേർത്തല. BT എക്സാം 2-ാം സെമസ്റ്റർ എക്സാം ജോണിന് നന്നായി പഠിച്ച് നല്ല മാർക്ക് ലഭിക്കുവാൻ. പ്രാർത്ഥനയിൽ വിശ്വാസത്തിലും അനുസരണയിലും വളരുവാൻ. മൊബൈലുള്ള കളി മാറുന്നതിന്. ആനിക്ക സാർ UK. കുടുംബസമാധാനം ലഭിക്കുവാൻ. കുഞ്ഞുങ്ങൾക്ക് നന്നായി പഠിക്കുവാൻ. പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ. കുടുംബ പങ്കാളി മാനസാന്തരത്തിൽപ്പെടുവാൻ. ലീല കുര്യൻ ബാംഗ്ലൂർ. എൻ്റെ മകന് ഒരു ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൾക്ക് തമ്മിലുള്ള പിണക്കം മാറുന്നതിനും ബേബിയും കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുന്നതിന്. രജിമോൾ സൗദി. ജോണിൻ്റെ PR വേഗത്തിൽ ശരിയാകുവാൻ. ജോണിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സാകുവാൻ. സാജുവിന് കൊടുത്ത പണം തിരികെ കിട്ടുവാൻ. CC പ്രസാദ് ചെറുവെളിയിൽ ആമ്പല്ലൂർ. OBT എക്സാം പാസ്സാകുവാൻ. റിസൾട്ട് 8/5/2024 ജോലി ലഭിക്കാൻ. കടബാധ്യത മാറുവാൻ. ലിസി സെബാസ്റ്റ്യൻ കയ്യപ്പള്ളി നായരമ്പലം. തകർന്നു കുടുംബജീവിതം സ്ഥാപിക്കപ്പെടണം. ദാമ്പത്യ ജീവിതം സമാധാനപൂർണ്ണമാകണം. മകൻ്റെ പഠനം വിജയിപ്പിക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണം. നിഷ തോമസ് പുന്നവേലി. എൻ്റെ അയർലൻഡിലെ എക്സാം പാസ്സാകണം. എൻ്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും കരുണയുണ്ടാകണം. സഹോദരിയുടെ മകൻ്റെ ക്യാൻസർ രോഗം മാറുന്നതിന്. കിരൺ AC ആഷ് കൊല്ലം. ജർമ്മനിയിൽ ജോലി ലഭിക്കുന്നതിന് നന്ദി. എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കണം. എലിസബത്ത് തോമസ് കോട്ടയം. PN എക്സാം എത്രയും പെട്ടെന്ന്
നടന്ന് എക്സാം പാസ്സാകുവാൻ അനുഗ്രഹിക്കണം. +2 എക്സാം പാസ്സാകുവാൻ അനുഗ്രഹിക്കണമേ. തോമസിന് എക്സാം പാസ്സാകുവാൻ അനുഗ്രഹിക്കണമേ. സിവി ഹൈ റേഞ്ച് മൂപ്പശ്ശേരി കുന്നേൽ ലണ്ടൻ. അഭിഷേകിൻ്റെ മെയ് 9 നടക്കുന്ന 10 നടക്കുന്ന പരീക്ഷയിൽ ഉന്നത വിജയം. ആകാശ് ഓട്ടിസത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ, നല്ല ഒരു ഭാവി ജീവിതവും. സിവി ഹൈഡ്രേജുഡിൻ്റെ ഹാർട്ടിന് സംബന്ധമായ അസുഖം മാറുന്നതിന്. മുരളി തൃശ്ശൂർ. കുടുംബസമാധാനം ഉണ്ടാകുവാൻ, ഭാര്യയെ സംശയിക്കാതിരിക്കുവാൻ, കുടുംബം ഒന്നായി ദൈവത്തിൽ വിശ്വസിക്കുവാൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും സഹായമേറ്റ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 4-ാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഉയർത്തെഴുന്നള്ളി കുറേ കാലം കഴിഞ്ഞപ്പോൾ കന്യകാമാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതെന്ന് ധ്യാനിക്കുക. ഈ രഹസ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് താഴെ പറയുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനായി സമർപ്പിക്കാം.
സ്നേഹ കരുവാത്തി അങ്കമാലി. വിസിറ്റിംഗ് വിസ അമ്മ ശരിയാക്കി തരണമേ. അമ്മ സിൽവിൻ, സ്നേഹ എന്നീ മക്കൾക്ക് നല്ല പ്രാർത്ഥന ചൈതന്യം ഉണ്ടാകുവാൻ. ഗ്രേസി ജോയി, പെരിങ്ങോട്ടൂർ. ജന്മദിനം മെയ് 8 അനുഗ്രഹമാകുവാൻ, ബുദ്ധിമുട്ടുകൾ മാറാൻ, സന്തോഷമുള്ള കുടുംബജീവിതം ഉണ്ടാകുവാൻ. ജാക്കി ജോയി, തെങ്ങുംകുഴിയിൽ, പൈങ്ങോട്ടുടു. വിവാഹ തടസ്സം മാറാൻ, നല്ലൊരു വരുമാനമാർഗം ക്രമീകരിച്ചു കിട്ടുവാൻ. ജോയി ജോൺ, തെങ്ങുംകുടിയിൽ. അമ്മയുടെ അനുഗ്രഹത്തിൽ നല്ലൊരു വ്യവസായം ക്രമീകരിച്ചു കിട്ടുവാൻ, സമാധാനവും സന്തോഷവും, മകളുടെയും മകൻ്റെയും വിവാഹവും നടക്കുവാൻ. ജോണി വാക്ക് ജോയി, പൈങ്ങോട്ടൂർ. നല്ല ഒരു വ്യവസായവും വരുമാനവും ക്രമീകരിച്ചു കിട്ടാൻ, കുടുംബം സന്തോഷമായി നിലനിൽക്കാൻ, വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി. ലീവ, നീണ്ടകര. ലീവസിൻ്റെ ജോലി തടസ്സം മാറുന്നതിന്. അമൽ, ആൽബിൻ, വിദ്യാഭ്യാസ തടസ്സം മാറി നല്ല ജോലി ലഭിക്കാൻ, സാമ്പത്തിക ബാധ്യത മാറുന്നതിന്. അനീഷ്, മാനസിക പ്രശ്നം മാറുന്നതിന്, ജോലി ലഭിക്കുന്നതിന്, വിവാഹം നടക്കുന്നതിനും കടങ്ങൾ മാറുന്നതിനും. ശാന്തകുമാരി, നെയ്യാറ്റിൻകര. 18 ലക്ഷം രൂപയുടെ കടമുണ്ട്. എത്രയും പെട്ടെന്ന് കടം മാറാൻ. മകന് ഫീസ് അടച്ചിട്ടില്ല. എത്രയും വേഗം ഫീസ് അടയ്ക്കുന്നതിന്. ടീന ജോസ്, വില്യംകുടി, കേളകം. ബ്രെയിനിലുണ്ടായ അസുഖം മൂലം സംസാരശേഷി നഷ്ടമാവുകയും നടക്കാൻ കഴിയാതെ വീൽ ചെയറിൽ കഴിയുന്ന ടീന ജോസിന് പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അമ്മേ, പ്രാർത്ഥിക്കുന്നു. ഷൈനി മോനിച്ചൻ, ഷൈനി ദമ്പതികളുടെ കുടുംബസമാധാനം. കുടുംബത്തിൽ എല്ലാവർക്കും രോഗസൗഖ്യം. കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി, ദൈവാനുഗ്രഹം. റിച്ചു മാത്യു, മക്കൾക്ക് ജോലി, പഠനം, കടബാധ്യത എന്നിവ മാറുന്നതിന്, കച്ചവട കാര്യത്തിന്. അഞ്ജന കുര്യാക്കോസ്, കീരമ്പാറ. കടബാധ്യത തീർന്നു കിട്ടുവാൻ, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന്, അനുയോജ്യമായ വിവാഹ ജീവിതത്തിന്, കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറുന്നതിന്. ബോണി ബിജോയ്, മരങ്ങാട് ഹൗസ്. വിദേശത്ത് ജോലി ലഭിക്കാൻ, വിസ തടസ്സം മാറി ജോലി ലഭിക്കാൻ, ജോലിക്ക് വേണ്ടി മകന് ആത്മീയവും ശാരീരികവുമായ ഒരുക്കം ലഭിക്കാൻ. ശ്രുതി ശ്രീകുമാർ, അഞ്ചനം, ഒറ്റപ്പാലം. LDCയും 2024 പരീക്ഷയിൽ 100 റാങ്കിൻ്റെ താഴെയുള്ളവരിൽ എൻ്റെ പേര് ഉണ്ടാകണമേ. PSC വഴി ജോലി ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ആയുസ്, ആരോഗ്യവും വിശുദ്ധിയുമുള്ള കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമേ. ഭർത്താവിൻ്റെ BP നോർമലാകണമേ. ഫാറ്റി ലിവർ മാറ്റി തരുകയും ചെയ്യണമേ. പ്രാർത്ഥിക്കുന്നു. MA ആൻ്റണി, ലിസി. വിജയത്തോടെ എക്സ്പോർട്ട് കമ്പനി ബിസിനസ് പുരോഗതി ഉണ്ടാകുവാൻ, ബേബി കുട്ടിക്ക് ആരോഗ്യമുണ്ടാകുവാൻ. എമിലി, മാള. അനു, ടെവിൻ, വഴക്ക് പ്രശ്നങ്ങൾ തീരുവാൻ. റോസ്ലി ആൻസൺ, മാനസാന്തരം ലഭിക്കുവാൻ. അനു, ടെവിൻ, കേസ് പിൻവലിക്കാൻ. ജെനറ്റ് തോമസ്, വടക്കാട്ട്. മകൾ ജീനുവിന് സമാധാനപരമായ ഒരു കുടുംബജീവിതം. മരുമകന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ടാകുവാൻ. ഫോൺ ഉപയോഗം കുറച്ച്
ഭാര്യയെ സഹായിക്കാൻ കൃപ ഉണ്ടാകുന്നതിന്, മകൾക്ക് ജിൻഡുവിന് ഉന്നത ശമ്പളത്തിൽ സ്ഥിരമായ ജോലി ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് കാട്ടുങ്കൽ തയ്യൽ ചെട്ടിക്കാട് ഭവനത്തിൻ്റെ പണി പെട്ടെന്ന് തീരുന്നതിന് വേണ്ടി, തൊഴിലിൽ ഉയർച്ച ലഭിക്കുന്നതിന്, അഡ്വാൻസ് കൊടുത്ത സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ പെട്ടെന്ന് നടക്കുന്നതിന്, കുട്ടികൾ നന്നായി വളരുന്നതിന്, കുടുംബാംഗങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യവും അപകട സംരക്ഷണവും ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടലും. ജാസ്മിൻ വർഗീസ് കൈതത്ര വെച്ചൂർ മകളുടെ വിവാഹ തടസ്സം മാറുവാൻ, മരുമകൾക്ക് ജോലി സ്ഥിരമാകുവാൻ, ഭർത്താവിൻ്റെ എല്ലാ അസുഖങ്ങളും മാറുവാൻ. ബിൻസി സന്തോഷ് UK മെയ് 9ൻ്റെ IELTS പാസ്സാകുവാൻ, സ്ഥലം വിറ്റുപോകുവാൻ, HIV വിസ റെഡിയാകുവാൻ. അലിഷ കണ്ടത്തിൽ ഒലിവ് മക്കളായ അലീഷ, അസിൽ ദേവ് നല്ലവണ്ണം പഠിക്കാൻ, 2025 അലീഷയ്ക്ക് ജോലി ലഭിക്കാൻ, കുടുംബസമാധാനം, അയൽക്കാരുടെ ഉപദ്രവം, ദൈവികമായി ആത്മീയമായി പരസ്പരം സ്നേഹമുണ്ടാകുവാൻ. സതീശൻ S സുരേഷ് ഭവൻ എൻ്റെ വിറ്റുപോയ സ്ഥലം തിരികെ മേടിക്കുവാൻ കൃപ നൽകണമേ. സ്വന്തമായി കുറച്ച് വീട് ഉണ്ടാകുവാൻ അനുഗ്രഹിക്കണമേ. കുടുംബത്തിലുള്ളവർക്ക് ആരോഗ്യവും മക്കൾക്ക് പഠിക്കാനുള്ള കഴിവും ഉണ്ടാകണമേ. ജോയ്സി സുശീലൻ എൻ്റെ മകന് ജോലി കിട്ടണം, കൊടുത്ത പണം തിരിച്ചു കിട്ടണം. എൻ്റെ കുഞ്ഞിൻ്റെ തലയിലെ മുടിയെല്ലാം കിളിർക്കണം. ഇളയ മകൻ്റെ പഠനം പൂർത്തിയാകണം. അവർക്ക് നല്ല ഒരു ഭവനമുണ്ടാകണം. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറണം. വീട് നല്ലതുപോലെ നോക്കണം. എൻ്റെ കടങ്ങൾ തീർത്തു തരണം. എഡ്വിൻ പരിശുദ്ധാത്മാവിൽ നിറയാൻ. എഡ്വിൻ്റെ പഠനം മാതാവ് ഏറ്റെടുത്ത് നടത്താൻ. എഡ്വിൻ്റെയും ജോഷിയുടെയും മൂക്കടപ്പ് മാറ്റിത്തരണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 5-ാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് പരലോകത്തിലെത്തിയ ഉടനെ തൻ്റെ ദിവകുമാരനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ രാജ്ഞിയായി മുടി ധരിപ്പിച്ച മേൽ ധ്യാനിക്കാം. പരിശുദ്ധമ്മേ ദൈവമാതാവേ, ഈ 5-ാം രഹസ്യം ധ്യാനിക്കുമ്പോൾ ഈ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ നിയോഗങ്ങളും ദൈവമഹത്വത്തിനും ജീവിത വിശുദ്ധിക്കും വേണ്ടിയാകുവാൻ പരിശുദ്ധമ്മേ, സഞ്ചാരിയമ്മേ, സമയത്തിൻ്റെ അമ്മേ, അമ്മക്കൾക്കായി പ്രാർത്ഥിക്കണമേ. പ്രീതി ജോണി, ചെറുവേലിയിൽ, കണ്ണൂർ ഇരിട്ടി. കുടുംബത്തിലെ എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും നൽകണമേ. ന്യൂസിലാൻഡിൽ പ്രോസസ്സിങ്ങിൽ സെറ്റാകണമേ. അതിനുള്ള ലോൺ കിട്ടാനും ചേച്ചിക്ക് സുഖപ്രസവം കിട്ടാനും ആരോഗ്യവും ആയുസ്സുമുള്ള കുഞ്ഞിനെ ലഭിക്കുവാനും ചിട്ടി പൈസ ലഭിക്കുവാൻ മാതാപിതാക്കളുടെ ആരോഗ്യവും ആയുസ്സും. പ്രവിത മുരളി, കൃഷ്ണകൃപ, മറുവാക്കാട്. നവീദിൻ പ്ലസ് 1 എക്സാമിൽ 92% മാർക്കോട് പാസ്സാകുവാൻ KTTF കരിവേലിയിൽ കോളേജിലെ അഡ്മിഷൻ കിട്ടുവാൻ, ഭർത്താവിൻ്റെ തൊഴിൽ തടസ്സങ്ങളും സാമ്പത്തിക തടസ്സങ്ങളും മാറുവാൻ. ശ്യാമള, പുതുമംഗലം. എൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ മാറുവാൻ, എൻ്റെ ഭർത്താവിൻ്റെ ഡിപ്രഷൻ മാറുന്നതിന്, ദൈവിക സംരക്ഷണമുണ്ടാകുന്നതിന്. സവിതാനിൽ, മിനി, നിവാസം, നന്ദന. തളർന്നു കിടക്കുന്ന രാജേഷിന് സൗഖ്യം നൽകണമേ. ഭർത്താവിൻ്റെ മദ്യപാനം മാറുവാൻ, കടബാധ്യത മാറുവാൻ. ടീജോ, കൊച്ചി, എറണാകുളം. ടീജോയ്ക്ക് UK-യിൽ നല്ല ജോലി ലഭിക്കുവാൻ, കുടുംബത്തിൽ 2 വർഷം കൊണ്ട് കടബാധ്യത 2 വർഷം കൊണ്ട് തീർക്കണം. 2 പേർക്കും സ്ഥിരം ജോലി ഈ വർഷം തന്നെ ജോലി ലഭിക്കണം. സബിത, നീരജ്, വിജയമ്മ, സനാനന്ദ്, നെയ്യാറ്റിൻകര. സാബത്ത്, സുബിത, നിരിവിയുടെ വിവാഹം മംഗളമായി നടക്കുവാൻ, കുടുംബസമാധാനവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഭദ്രമാകുവാൻ. ജീവിൻ, ഷൈജു, ചെറിയ കടവ്. 6 വർഷമായി പാസ്സാകാത്ത അസൈൻമെൻറ്റും പാസ്സാകുവാൻ, കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് നിറയാൻ, മൂത്ത മകന് അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന്. നയന പോൾ, OET എക്സാം പാസ്സാക്കി തരണമേ. എൻ്റെ ചേച്ചിക്കൊരു കുഞ്ഞിനെ വേണം. ഒരു വീട് നൽകി അനുഗ്രഹിക്കണമേ.
അനുജൻ കണ്ണൂർ പുത്തൻ വീട്ടിൽ. മദ്യപാനം മാറണം, ജോലിയിൽ അഭിവൃദ്ധി. എൻ്റെ മക്കൾ കൈലാസ് കാശി പഠനത്തിൽ അഭിവൃദ്ധി. പ്രിൻസി ബിൻസി 5 തെങ്ങ്. ഇസ്രയേൽ വിസ സ്റ്റാമ്പിങ് കൊടുത്തത് പെട്ടെന്ന് ശരിയാകുവാൻ, കടബാധ്യത മാറുവാൻ, സ്വന്തമായൊരു ഭവനം കിട്ടുവാൻ, കുടുംബസമാധാനം. ആൽബിൻ ജോസ് കരിപ്പറമ്പിൽ കല്ലുപാറ. നാളെ നടക്കുന്ന എക്സാം ക്രിസ്റ്റി മോളും പാസ്സാക്കി തരണം. ടെജിൻ്റെ വീട് പണി പൂർത്തിയാക്കി നല്ല ശമ്പളത്തോടുകൂടി പുതിയ ജോലി ലഭിക്കണം. വിന്നി സൽവോൺ വയലാർ. എൻ്റെ കോടതിയിലുള്ള കേസ് 10 സെൻറ്റ് സ്ഥലവും വിൽക്കണം. ഗുജറാത്തിൽ ഞാൻ താമസിക്കുന്ന വീടും 55 ലക്ഷത്തിന് വിറ്റ് തരണം. എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടണം. രാജൻ റീജു. എൻ്റെ മകന് ഒരു ജോലി ലഭിക്കുന്നതിന്, കുടുംബസമാധാനം, എല്ലാവർക്കും തടസ്സങ്ങൾ മാറുന്നതിന്. അഞ്ചു ബിനു മാളിയേക്കൽ മലയിൽ. ബിബിളിൻ്റെ ജർമ്മനിലേക്ക് പോകുവാനുള്ള തടസ്സങ്ങൾ മാറിത്തരണം. അൽബി ഉന്നത മാർക്ക് ലഭിക്കുവാൻ അനുഗ്രഹിക്കണമേ. കടബാധ്യതകൾ തീർവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും നീക്കൂ. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകം സഹായം ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പെ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിൻ്റെ തൃപാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 8-ാം തീയതി സുതനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിനുള്ള മഹിമ. 1-ാമത് പരിശുദ്ധ പരമരഹസ്യത്തിൽ പരിശുദ്ധ കന്യകാമറിയം ലോകത്തേക്കെയും രാജ്ഞിയായി. 2-ാമത് സകല വരപ്രസാദങ്ങളിലും അലങ്കൃതയായി. 3-ാമത് സർവേശ്വരൻ്റെ മാതാവായി നിയമതിനയായി. ആദ്യം സുതനായ സർവേശ്വരൻ കന്യാമറിയത്തിൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച് മനുഷ്യാവതാരമെടുത്ത അമ്മയ്ക്ക് സാക്ഷാൽ കുമാരനായി രാജാക്കൾക്കും രാജാവും സകലർക്ക് രക്ഷിതാവും അളവില്ലാത്ത മഹാപ്രതാപവുമായി ഉള്ളവനാണെങ്കിലും മിശിഹ ലോക നടപടി അനുസരിച്ച് തൻ്റെ അമ്മയായ കന്യാമറിയത്തിന് കീഴ്വഴങ്ങുന്നതിനാൽ ആ പരിശുദ്ധ കന്യക രക്ഷിതാവിനും രക്ഷിച്ച് വളർത്തിയും എല്ലാവർക്കും രാജ്ഞിയായും ആഗോളചരിതമായ മഹാപ്രതാപമായിരിക്കുന്നു. അതുകൊണ്ട് അത്ഭുതത്തിന് വിഷയമായ ദിവ്യമാതാവ് ഉന്നത സിംഹാസനത്തിന്മേൽ ഇരിക്കുന്നതിനെയും ദൈവദൂതന്മാരും മറ്റു മോക്ഷവാസികളും ഈ രാജ്ഞിയെ ആചരിച്ച് വണങ്ങുന്നതോടു കൂടാതെ മോക്ഷരാജ്ഞിയായിരിക്കുന്ന തൻ്റെ പുത്രൻ കൂടെയും മാതാവ് അപേക്ഷിക്കുന്നതിന് കൽപ്പനാരൂപതയായി സ്വീകരിച്ചുകൊണ്ട് തദവസരണം പ്രവർത്തിക്കുന്നതിനെയും കണ്ട് നാം സന്തോഷിച്ച് ഈ മാതാവിനെ കീഴ്വഴങ്ങിയ കുമാരനെ സ്തുതിച്ചാരാധിക്കുകയും മാതാവിനെ കൊടുക്കപ്പെട്ട മഹിമയ്ക്കായി നന്ദി പറയുകയും വേണം. 2-ാമത് കന്യാമറിയം തൻ്റെ തിരുവദരത്തിൽ സുതനായ സർവേശ്വരനെ ഗർഭം ധരിച്ചതോട് സകല പുണ്യസമ്പത്തുകളും പ്രാപിച്ചു എന്നതിൽ സംശയമില്ല. പരിശുദ്ധ കന്യകാമറിയം സർവേശ്വരൻ്റെ മാതാവാകുന്നതിന് മുമ്പ് തന്നെ അനവധി വരപ്രസാദങ്ങളാൽ അലങ്കൃതയായിരുന്നു. എങ്കിലും ഇവ തൻ്റെ സ്വന്തമെന്ന് വിചാരിക്കാതെ സർവേശ്വരൻ്റെ തന്നെ എന്ന് വിചാരിച്ചാണ് വരുന്നത്. ദൈവമാതാവുമായി തൻ്റെ ശേഷം, അതായത് സകല സ്വർഗീയ സമ്പത്തുകളുടെയും സമസ്ത വരപ്രസാദങ്ങളുടെയും നാഥയായി സർവേശ്വരൻ തനിക്ക് പുത്രനായി തീർന്നപ്പോൾ ഈ നിക്ഷേപങ്ങളും വരപ്രസാദങ്ങളും തനിക്ക് സ്വന്തം പോലെ ആയിത്തീർന്നു. അതുകൊണ്ട് ആത്മീയ വരങ്ങളും കന്യകാമറിയം തൻ്റെ ഇഷ്ടപ്പെട്ട പോലെ മനുഷ്യർക്ക് നൽകുന്നു.
ഈ ബോധ്യത്തോട് മറിയത്തിൻ പക്കൽ അടുത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്ന സകല നന്മകളും ഏറ്റവും വിനയപൂർവം അപേക്ഷിച്ചു കൊള്ളണം. മൂന്നാമത്, പരിശുദ്ധ മറിയം തൻ്റെ മനുഷ്യരെ പോലെ ദൈവത്തിനടിമയായിരുന്നു. എങ്കിലും സുതനായ ദൈവം ഈ നാഥയുടെ ഉദരത്തിൽ ഉത്ഭവിച്ച ദിവസത്തിൽ ഈ ദാസ്യാവസ്ഥ വെടിഞ്ഞ് ദൈവമാതാവ് ഇന്നും ഉന്നതസ്ഥാനം സ്വീകരിക്കുകയും തന്മൂലം സകല സൃഷ്ടികളിലും വണങ്ങപ്പെടുവാൻ യോഗ്യയായിത്തീരുകയും ചെയ്തു. ദൈവദൂതന്മാർ പോലും മാതാവിൻ്റെ ഈ ഉന്നത മഹിമയെക്കുറിച്ച് അറിയിക്കുന്നതിനും ശ്രദ്ധിച്ചാലും യോഗ്യതയ്ക്ക് തക്കവണ്ണം ഈ നാഥയെ സ്തുതിപ്പാനും പുകഴ്ത്തുവാനും സാധിക്കുന്നതല്ല. ഇത്രയും മഹിമയേറിയ വല്ലഭത്വവും നിറഞ്ഞ ദൈവമാതാവിനെ നമുക്ക് കഴിയും വണ്ണം സ്തുതിക്കുന്നെങ്കിൽ ഈ നാഥ നമുക്ക് ആവശ്യമായിരിക്കുന്ന സഹായങ്ങൾ തരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കാവുന്നതാണ്. ദൃഷ്ടാന്തം. ഏതുവക നാശങ്ങളിലും തിരുസഭ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സഹായം അന്വേഷിക്കുക പാരമ്പര്യമായി നടന്നുവരുന്ന പതിവായിരുന്നു. പരിശുദ്ധ കന്യകയാകട്ടെ തൻ്റെ അടുക്കൽ വരുന്നവരെ ഉപേക്ഷിക്കാതെ എപ്പോഴും തൻ്റെ വല്ലഭത്വത്തെയും കൃപയെയും കാണിപ്പാൻ സന്നദ്ധയായുമിരിക്കുന്നു. ലെപ്പാൻത് എന്ന സ്ഥലത്ത് യുദ്ധത്തിൽ ഈ സ്വർഗരാജ്ഞി ക്രിസ്ത്യാനികളോട് കാണിച്ച ദയ അസാമാന്യമായിരുന്നു. 1571 ആണ്ടിൽ മുഹമ്മദീയർ അടിക്കടി ലഭിച്ച വിജയങ്ങൾ മൂലം അഹങ്കാരികളായി ക്രിസ്തീയ ലോകം മുഴുവനും കീഴ്പ്പെടുത്തണമെന്നും എല്ലാ ദേവാലയങ്ങളിലും തങ്ങളുടെ കൊടി തിരുസ്ലീവാ കൊടിക്ക് പകരം സ്ഥാപിക്കണമെന്നും തങ്ങളുടെ രാജാവിനെ ഭൂലോകമൊക്കെയിലും ഏകാധിപതിയായി നിയമിക്കണമെന്നും തീർച്ചപ്പെടുത്തി. ഈ ഉദ്ദേശ്യ സിദ്ധിക്കായി അസംഖ്യം സേനകളെ ചേർത്ത് അനവധി പടക്കപ്പലുകളും തീർപ്പിച്ച് യുദ്ധം ചെയ്ത് അനേകം രാജ്യങ്ങൾ നശിപ്പിക്കുകയും നഗരികൾ പിടിച്ചടക്കുകയും ചെയ്തു. ഒടുവിൽ ഇറ്റലി രാജ്യം കൈവശപ്പെടുത്തുന്നതിനുള്ള ശ്രമമായി. അക്കാലത്തിൽ തിരുസഭയെ ഭരിച്ചു വന്ന 5-ാം പിയൂസ് മാർപ്പാപ്പ ഈ ആപത്ത് നീങ്ങാൻ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും വിശ്വാസികളെ എല്ലാവരും 153 മണി ജപം ചൊല്ലണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികൾക്ക് ജയം ലഭിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന ഇദ്ദേഹം ക്രിസ്ത്യാനികളുടെ സേനാധിപൻ യുദ്ധസമയത്തിൽ ഉയർത്തുന്നതിന് ഒരു സ്ലീവാക്കൊടി ആശീർവദിച്ചു കൊടുത്തയച്ചപ്പോൾ ദൈവമാതാവിൻ്റെ സഹായത്താൽ വിജയം നിശ്ചയമാണെന്ന് പ്രസ്താവിക്കുകയുണ്ടായി. അതുകാരണത്താൽ സൈന്യാധിപൻ അത്യധികം സന്തോഷത്തോടെ കപ്പൽ കയറി ശത്രുക്കളുടെ നേരെ ചെന്നു. ക്രിസ്ത്യാനികളുടെ പടക്കപ്പൽ ശത്രുക്കളുടേതിനേക്കാൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. എങ്കിലും അധൈര്യപ്പെടാതെ മുറയ്ക്കു യുദ്ധം തുടങ്ങി. അപ്പോൾ മാർപ്പാപ്പ കൊടുത്തയച്ചിരുന്ന സ്ലീവാക്കൊടി ഉയർത്തപ്പെട്ടതിനെ കണ്ട് ക്രിസ്തീയ ഭടന്മാർ സാഷ്ടാംഗം വീണ് ഈശോമിശിഹായുടെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുനാമങ്ങൾ ഭക്തിപൂർവം ചൊല്ലുകയും ദൈവകാര്യങ്ങൾക്കായി തങ്ങളുടെ രക്തമെല്ലാം ചിന്തുന്നതിന് മനസ്സായിരിക്കുന്നു എന്ന് വാഗ്ദാനം ചെയ്ത് അവർണ്ണനീയമായ സന്തോഷത്തോടെ എഴുന്നേറ്റ് ശത്രുക്കളുടെ നേരെ സിംഹങ്ങളെപ്പോലെ പാഞ്ഞെടുക്കുകയും ചെയ്തു. യുദ്ധാരംഭത്തിൽ കാറ്റ് ഇവർക്ക് പ്രതികൂലമായിരുന്നു. എന്നാൽ ദൈവശക്തിയാൽ കാറ്റ് മാറി വീശുകയും 5 മണിക്കൂർ നേരത്തേക്ക് ഇരുകൂട്ടരും തമ്മിൽ ഒരു ഘോരസമരം നടത്തുകയും ചെയ്തു. ഒടുവിൽ മുഹമ്മദീയർ പരാജിതരായി. അവരുടെ കപ്പലുകൾ ഏറിയ കൂറും സമുദ്രത്തിൽ താണ് അനേകായിരം ജനങ്ങൾ മരിച്ചു. അടിമകളാക്കപ്പെട്ടിരുന്ന 15,000 ക്രിസ്ത്യാനികൾ രക്ഷിക്കപ്പെട്ടു. തന്മൂലം ശത്രുക്കളുടെ
അഹങ്കാരവും ശക്തിയും ക്ഷയിച്ചു. ഈ കീർത്തിപ്പെട്ട യുദ്ധം നടക്കയിൽ മാർപ്പാപ്പ ആലോചനക്കാരുമായി വത്തിക്കാൻ അരമനയിൽ ചില കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും ദൈവപ്രേരിതനായി യുദ്ധത്തിൻ്റെ വിസ്മയനീയമായ ഫലം, അതായത് ക്രിസ്ത്യാനികളുടെ വിജയം, അവരെ അറിയിക്കുകയും അതിനായി സർവേശ്വരന് കൃതജ്ഞതാസ്തോത്രം ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. ഇതുകൂടാതെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അനുഗ്രഹത്താൽ ഈ അത്ഭുതകരമായ ജയം സംഭവിച്ചതിൻ്റെ സ്മരണയ്ക്കായി ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ദൈവമാതാവിൻ്റെ ലുത്തിനിയായിൽ ചേർക്കാനും ഒരു തിരുനാൾ ഈ നാഥയെക്കുറിച്ച് ഈ നാമത്തിൽ കൊണ്ടാടാനും ആജ്ഞാപിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികളെ, നിങ്ങൾക്ക് വരുന്ന ആപത്തുകളിലും ഞെരുക്കങ്ങളിലും നമ്മുടെ സങ്കേതമായ ദൈവമാതാവിനോട് ഭക്തിപൂർവം പ്രാർത്ഥിക്കണം. ജപം. സ്ത്രീജനങ്ങളിൽ വെച്ച് ആശീർവദിക്കപ്പെട്ട മറിയമേ, സർവ്വലോക നിയന്താവും എല്ലാ വരപ്രസാദങ്ങളുടെയും ഇരിപ്പിടവുമായിരിക്കുന്ന ഈശോയെ, നീ പ്രസവിച്ചതിനാൽ സ്വർഗീയ സമ്പത്തുകൾ കൊണ്ട് നീ സമ്പൂർണയായിരിക്കുന്നുവല്ലോ. അവയെ മനുഷ്യർക്ക് കൊടുക്കുവാൻ അങ്ങേക്ക് ശക്തിയും മനസ്സുമുള്ളതിനാൽ ഞാൻ സന്തോഷിച്ച് ആശ്വസിക്കുകയും എന്റെ ആത്മാവും ശരീരവും അങ്ങേ തൃപ്പാദത്തിങ്കൽ ഞാൻ കാഴ്ച സമർപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ പുണ്യദാരിദ്ര്യവും പാപാധിക്യവും കൊണ്ട് അലിവ് തോന്നി മേലാൽ ഞാൻ ജീവിക്കുന്ന കാലത്തിലും എന്റെ മരണസമയത്തിലും എനിക്ക് വേണ്ടി അനുഗ്രഹ സഹായങ്ങൾ ചെയ്തു തരണമെന്ന് നിന്റെ തൃപ്പാദങ്ങൾ മുത്തിക്കൊണ്ട് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടുവെന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറപ്പിച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അടുത്തു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സുഹൃത ജപം. ഈശോ മിശിഹായുടെ പറഞ്ഞപ്പുകൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോ മിശിഹായുടെ പറഞ്ഞപ്പുകൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോ മിശിഹായുടെ പറഞ്ഞപ്പുകൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ. സൽക്രിയ. കഴിയുമെങ്കിൽ ഒരു ഭിക്ഷക്കാരന് വസ്ത്രം കൊടുക്കണം. മിശിഹായേ
വിശുദ്ധന്മാരുടെ രാജ്ഞി, ഭാരത സഭയുടെ രാജ്ഞി, അമലോത്ഭവയായ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ